ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആദരണീയരായ എല്ലാവരെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഷോഡശ കർമ്മങ്ങളെക്കുറിച്ചാണ്. അതാണ് പ്രതിപാദിച്ചു വരുന്നതും. അതിൽ വിദ്യാരംഭം എന്ന ചടങ്ങിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നത്. ഈ വീഡിയോ ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചാൽ സമാവർത്തനം എന്ന ചടങ്ങ് നിർവഹിക്കുന്നതിനെക്കുറിച്ചാണ്. ഇത് സാധാരണ ബഹുഭൂരിപക്ഷം ഹിന്ദു സമാജവും അറിയാതെ പോകുന്ന ഒരു രഹസ്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് ഈ സന്ദേശം, ഈ രഹസ്യമായ ഈ ജ്ഞാനശകലങ്ങൾ എല്ലാവരിലും എത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. സമാവർത്തനം എന്ന ചടങ്ങിനെക്കുറിച്ചാണ്. വിദ്യാഭ്യാസം പൂർത്തീകരിച്ചാൽ സാധാരണ ഗുരുകുലത്തിൽ വെച്ചാണല്ലോ ഈ വിദ്യ, അവിടെ താമസിച്ചാണ് നമ്മൾ വിദ്യ പഴയകാലത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വിദ്യാഭ്യാസം, വിദ്യ എന്ന് പറയുമ്പോൾ ആധുനിക കാലഘട്ടത്തിലെ വിദ്യാഭ്യാസവും അന്നത്തെ വിദ്യാഭ്യാസവും തമ്മിൽ അജഗജാന്തരമുണ്ട്. ആനയും ആടും പോലെയുള്ള വ്യത്യാസമുണ്ട്. അന്നത്തെ വിദ്യാഭ്യാസം ജീവിതഗന്ധിയായ വിദ്യാഭ്യാസമായിരുന്നു. അതുകൊണ്ടാണ് വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം എന്നാണ് പറയുക. ആ യോഗ്യനായ ശിഷ്യന് ആ ശിഷ്യൻ്റെ ആ മനോഭാവത്തിനനുസൃതമായ വിദ്യയാണ് ഉത്തമരായ ഗുരുക്കന്മാർ അന്ന് ഉപദേശിച്ചു കൊടുത്തിരുന്നത്. അങ്ങനെ വേദങ്ങൾ, അതുപോലെ ഉപനിഷത്തുകൾ എല്ലാം പഠിച്ച് ആധ്യാത്മികമായി ആ ശിഷ്യൻ ഉയർന്ന് വിദ്യാഭ്യാസമെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം കൊടുത്ത് ഈ ശിഷ്യനിൽ നിന്ന് ദക്ഷിണ സ്വീകരിച്ച് അനുഗ്രഹം കൊടുത്ത് പറഞ്ഞയക്കുന്ന, സ്വഗൃഹത്തിലേക്ക് പറഞ്ഞയക്കുന്ന ചടങ്ങിനാണ് സമാവർത്തനം എന്ന് നമ്മൾ പറയുന്നത്. ആ ചടങ്ങിനെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നിലവിളക്ക് വെച്ച് ഗണപതി നിവേദിച്ച് വിദ്യാഭ്യാസം കഴിഞ്ഞ ബ്രഹ്മചാരിയെ ഇരുത്തി ഈ മന്ത്രങ്ങൾ, നമ്മൾ അനുശാസനങ്ങൾ, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഗുരു കുറച്ചുപദേശങ്ങൾ കൊടുക്കും. അതിൽ വളരെ പരമപ്രധാനമായ ഉപദേശമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാത്മപ്രമഥ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ, സദാ കർമ്മ നിഷ്ഠോ ഭവ. ഇങ്ങനെ അനുഗ്രഹിച്ച് ദക്ഷിണ വാങ്ങി ഈ ബ്രഹ്മചാരിയെ പറഞ്ഞയക്കുന്ന ചടങ്ങാണ് ശരിക്കും സമാവർത്തനം എന്നത്. ഇത് എല്ലാവരും ഒരു കാലഘട്ടത്തിൽ നമ്മൾ അനുഷ്ഠിച്ചിരുന്നത്. നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ഈ ന്യൂക്ലിയർ കുടുംബങ്ങളിലൊന്നും ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. എല്ലാവരും ഇത് അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കുകയെങ്കിലും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കുവാൻ ശ്രദ്ധിക്കണം എന്നൊരിക്കൽ കൂടി അറിയിക്കുകയാണ്. നമസ്തേ.